ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനി എന്തായാലും ആ ഒരു മലേഷ്യൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള സന്തോഷത്തിലാണ് നമ്മുടെ അബിയും അമ്മ ജലജയും അച്ഛൻ നാഗേന്ദ്രനും അനിയത്തി അവന്തികയും അങ്ങോട്ട് ആഘോഷിക്കാട്ടോ. എന്തൊക്കെയായിരുന്നു മൂർത്തിസ് ജ്വല്ലറി അങ്ങനെയാണ്, മൂർത്തിസ് ജ്വല്ലറി ഇങ്ങനെയാണ്, എന്നിട്ട് ഇപ്പൊ എന്തായി? മൂർത്തിസ് ജ്വല്ലറി ദേ കിടക്കുന്നു നിലത്തേക്ക്. ഇപ്പൊ അവർക്ക് ഒരു ഒരു സ്ഥലത്ത് പങ്കെടുക്കാൻ പോലുള്ള കോൺഫിഡൻസ് ഇല്ല. ആ ഇനിയിപ്പോ അവര് മൂർത്തിസ് ജ്വല്ലറി പുറകിലേക്ക് ഇപ്പൊ 6ാം സ്ഥാനമാണല്ലോ, അതിന് 8ാം സ്ഥാനമാവും, 10ാം സ്ഥാനമാവും, പിന്നെ 10, 20, 30, 40 അങ്ങനെ താഴേക്ക് കുഞ്ഞും കുത്തി വീഴത്തേ ഉള്ളൂ. പിന്നെ അനിയല്ലേ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കണത്, അവൻ അത്ര വെടുപ്പായിട്ടൊന്നും നോക്കുന്നില്ല. അബി അച്ഛനോട് പറയണ്ട, അച്ഛാ ആ മൂർത്തിസ് ജ്വല്ലറിലെ നല്ല 2-3 സ്റ്റാഫുകളുണ്ട്, അവർ നമുക്ക് എങ്ങനെയെങ്കിലും ചാക്കിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണോ വെച്ചാ. അത് നമുക്ക് സുഖമായിട്ട് കൊണ്ടുവരാടാ. അവർക്ക് ഇപ്പൊ അവിടെ കിട്ടുന്നേക്കാളും സാലറി ഒരു 10, 20 കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ടേക്ക് വരില്ലേ? അച്ഛാ അവരെ മൂർത്തിസ് ജ്വല്ലറി തുടങ്ങിയ സമയത്തുള്ള സ്റ്റാഫുകളാണ്. പിന്നെ തുടങ്ങിയ സമയത്തുള്ള സ്റ്റാഫുകളുടെ മക്കളും അവിടെ തന്നെയാണ് തുടരണല്ലോ. അത് മാത്രല്ല, അവരാണെന്നുണ്ടെങ്കിൽ എത്ര പൈസ തരാന്ന് പറഞ്ഞാലും ഇങ്ങോട്ടേക്ക് ചാടില്ല അച്ഛാ. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സാലറി പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് സുഖമായിട്ട് കൊണ്ടുവരാം. അവര് നല്ല ഡിസൈനേഴ്സ് ആണ്. നയന വരുന്നതിന് മുമ്പ് മൂർത്തിസ് ജ്വല്ലറി പിടിച്ചു നിർത്തിയത് ആ ഡിസൈനേഴ്സ് കൊണ്ടിട്ടാണല്ലോ. അത് നീ പറഞ്ഞ ശരിയാടാ. നമുക്ക് കുറച്ച് സ്റ്റാഫുകളുടെ കുറവ് കൂടിയുണ്ട്. ഇപ്പൊ മാളവിക മാത്രമാണ് നമ്മുടെ കമ്പനിയിൽ നല്ലൊരു സ്റ്റാഫായിട്ടുള്ളത്. മാളവികനെ പോലത്തെ ഇനിയും ഒരുപാട് സ്റ്റാഫുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് പറയണം. അത് കേൾക്കുന്ന നമ്മുടെ അഭി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാച്ചാ, എങ്ങനെയെങ്കിലൊക്കെ അവിടുത്തെ സ്റ്റാഫുകളെ കയ്യിലെടുക്കാൻ പറ്റും നോക്കട്ടെ. ഒരു 3 പേരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ അവിടെ കിട്ടുന്നത് ഒരു 80,000 രൂപയാണെങ്കിൽ നമുക്കത് ഇരട്ടിയാക്കി കൊടുക്കണം. അതായത് 1,60,000 രൂപ സാലറി തരാന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ടേ കൊണ്ടുവരണം. അത് കൊള്ളാടെ മോനെ, നീ എന്നാ അങ്ങനെ ചെയ്തോ. ശരി അച്ഛാ. അല്ല, എപ്പോഴും നമ്മള് ഇതിനെ പോണത് അപ്പൊ മലേഷ്യൻ ഇതിന്റെ കാര്യമാണ് നീ പറഞ്ഞത്? അതെ അതെ, ആ ഫെസ്റ്റിന് പോണത് എപ്പോഴാ അച്ഛാ? അത് മറ്റന്നാളാടാ. നമുക്ക് നാളെ ഒരു ഉച്ചയോടുകൂടി പോകണം. അല്ല, അച്ഛൻ വരുന്നുണ്ടോ? പിന്നെ ഞാൻ വരാതെ, അവിടെ വേറെ ആരുമില്ലല്ലോ, ഞാൻ അപ്പുറത്ത് മാറി നിന്ന് എല്ലാം കണ്ടോളാം എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും എനിക്ക് സന്തോഷമാണ്. അച്ഛൻ കാണണം. ഞാൻ ആദ്യമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണത് അച്ഛൻ കാണണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് നാഗേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റോട് കൂടി തന്നെ നമ്മുടെ അബിയും ഡേവിഡും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഫെസ്റ്റിനെ പോണത് കേട്ടോ. അതേസമയം അവർ പോയി കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ അനി. അവർ വരുന്ന കാര്യം ഒരിക്കലും അവർ അറിയരുതല്ലോ. അപ്പൊ നവ്യക്ക് മനസ്സിലായി ഈ അനി പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോവാനാണ് ഉദ്ദേശം. അതുകൊണ്ട് നവ്യക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ അനി പോവാൻ പോവാണ്. അനി പോയ ഒരു കാര്യം ഉറപ്പാണ്, നയനെ ഡിസൈൻ ചെയ്ത വർക്കുകളൊക്കെ ആയിട്ടായിരിക്കും അവൻ പോകുന്നുണ്ടാവുക. ഈശ്വര, അവനെ തന്നെ കിട്ടണേ, മൂർത്തിസ് ജ്വല്ലറിക്ക് തന്നെ ഇത് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ. അങ്ങനെ അനി പോകുകയാണ്. മുത്തശ്ശി എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു ഫെസ്റ്റിനെ പങ്കെടുക്കണത്. എടാ, ഇങ്ങനെയൊക്കെയല്ലേ പരിചയമായിട്ട് വരുന്നത്. നയനേച്ചി കുറച്ച് ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ഓരോരോ റൗണ്ട് അനുസരിച്ച് ഡിസൈൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത്. അതേപോലെ ചെയ്താൽ മതി. അവൾ ഓരോ ഡിസൈനിന്റെ പേരും ആ ഡിസൈൻ എന്തുകൊണ്ടിട്ടാണ് ആ ഒരു ഇതിൽ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. എല്ലാം തന്നിട്ടുണ്ട്, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് വലിയച്ഛ എന്ന് പറയണം. ശരി എങ്കിൽ നീ ഇപ്പൊ തന്നെ പോയിക്കോ, സമയം കളയണ്ട. എന്തായാലും നിന്നെ അവിടെ കാണുമ്പോഴേക്കും ഹാബി വണ്ടറടിച്ചു പോകും. അത് ശരിയാണ്, എന്നാൽ ഞാൻ ഇറങ്ങുവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്, നന്ദു ഞാൻ പോകുവാട്ടോ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഫെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അനിയൊക്കെ അബി മുമ്പിൽ ഇങ്ങനെ ഇരിക്കാട്ടോ. നമ്മൾ തന്നെ ജയിക്കും. ഈ ഒരു ഇത് കിട്ടിയാൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് എത്താൻ പറ്റും. AN ജ്വല്ലറി പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ആ ഒരു നിലയിലേക്കും AN ജ്വല്ലറി വളരാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കണം. ആ സമയത്ത് ഇങ്ങനെ പങ്കെടുക്കുന്ന ജ്വല്ലറികളുടെ പേര് അവിടെ ഇങ്ങനെ വായിക്കുമ്പോഴേക്കും അവസാനം വായിക്കണ മൂർത്തിസ് ജ്വല്ലറി എന്ന് വായിക്കുന്നുണ്ട്. അത് കേൾക്കണം അനി ഷോക്ക് ആവണേ. മൂർത്തിസ് ജ്വല്ലറിയോ? അങ്ങനെ ഓരോരോ റൗണ്ടുകൾ കഴിയാണ്. ഓരോ റൗണ്ടുകൾ കഴിയുമ്പോഴും ഓരോരുത്തർ ഇങ്ങനെ അവരുടെ ഡിസൈൻ ഇങ്ങനെ കാഴ്ച വെക്കുന്നുണ്ട്. ഒരു 10-12 ജ്വല്ലറിക്കാർ വന്നിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അബിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, തൻ്റെ മാളവിക കളക്ഷൻസ് തന്നെ ജയിക്കുമെന്ന്. ഹനിയാണെന്നുണ്ടെങ്കിൽ അവൻ തോറ്റ് തുന്നം പണ്ട് അവന്റെ മുഖം കാണണമെന്ന് പറഞ്ഞിട്ട് അനി അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഓരോരോ ജ്വല്ലറികളെ ഓരോരുത്തർ ഓരോരോ റൗണ്ട് ഔട്ടായി പോയിട്ട് അവസാനം നമ്മുടെ അബിയും അതുപോലെ തന്നെ അനിയും മാത്രമാവണം. മൂർത്തിസ് ജ്വല്ലറിയും AN ജ്വല്ലറിയും മാത്രമാവണം.
അങ്ങനെ അവസാനം അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് അനി ആ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ജ്വല്ലറി ഈ ഡിസൈൻ ചെയ്യാൻ കാരണം ഈ ഡിസൈൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഈ ഡിസൈൻ ഇങ്ങനത്തെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു കഥയുണ്ട്, ഇങ്ങനെ 5 ഡയമണ്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സംഭവങ്ങൾ ഓരോരോ ജ്വല്ലറീസിന് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അവരുടെ ആ മൂർത്തിച്ചെടുത്ത് വല്ലാത്തൊരു ഒരു മതിപ്പ് തോന്നും കേട്ടോ. അങ്ങനെ അബിയുടെ മാളവിക കളക്ഷൻസ് കാണിച്ചു കൊടുക്കണം. പക്ഷെ അബിക്ക് ആ മാളവിക കളക്ഷൻസ് കാണിച്ചു കൊടുക്കണം മാത്രമല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നും ആ ജ്വല്ലറിയുടെ ആ ഡിസൈൻ വരാൻ കാരണം എന്താണെന്നും ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം മാത്രം മാളവിക കളക്ഷൻ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്, നമ്മുടെ നയന കളക്ഷൻസ് കുറച്ച് മുകളിലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ആൾക്കാർ അവസാനം അവർ എഗ്രിമെന്റ് സൈൻ ചെയ്യണമല്ലോ. അങ്ങനെ അവർ എഗ്രിമെന്റ് ആയിട്ട് വരുവാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മൂർത്തീസ് ജ്വല്ലറിയും ഏഞ്ചലുടെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം കണ്ടു, ഞങ്ങൾക്ക് താല്പര്യം തോന്നിയത് മൂർത്തീസ് ജ്വല്ലറി അടുത്താണ്, അതുകൊണ്ട് അനി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അനിയനെ വിളിക്കുകയാണ്. ഇതിൽ എഗ്രിമെന്റ് ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്തെന്ന് പറയുമ്പോൾ, ഓ ഡബിൾ ഓക്കെ സർ, ഈ എഗ്രിമെന്റ് കുറച്ച് മുമ്പ് വായിച്ച് കേൾപ്പിച്ചതാണല്ലോ, ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനി സൈൻ ചെയ്യാണ്. അപ്പിയാണെങ്കിൽ ആകെ ചൂളിപ്പോയി നിൽക്കുക കേട്ടോ. ഡേവിഡ് ആണെങ്കിൽ ഈശ്വര ഞാനിതെങ്ങനെ നാഗേന്ദ്രൻ സാറിനോട് പറയും എന്നൊക്കെ പറഞ്ഞാൽ ആകെ ടെൻഷൻ ആയിട്ടിരിക്കണ്ട. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഡേവിഡ് ഈ കാര്യം നാഗേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രൻ, ഈശ്വര മൂർത്തീസ് ജ്വല്ലറിയോ, അവരാണോ അതിൽ ജയിച്ചത്? അതെ, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഓ, ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, നാണം കെട്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നാഗേന്ദ്രന്റെ ദേഷ്യത്തിൽ ഫോം വെക്കുക കേട്ടോ. അപ്പിയാണെങ്കിൽ അനിയന്റെ അടുത്ത് പോകുന്നുണ്ട്. എന്റെ അനിയുടെ അടുത്ത് ചോദിക്കണ്ട, എടാ നീ അല്ലേടാ പറഞ്ഞത് നീ ഇതിനെ പങ്കെടുക്കുന്നില്ല എന്ന്, എന്റെ നാണമില്ലടാ പങ്കെടുക്കുന്ന വേണ്ടി ഇതിൽ പങ്കെടുക്കാനായിട്ട്, അത് എന്റെ താല്പര്യമാണ്, എനിക്ക് ആദ്യം പങ്കെടുക്കണ്ടെന്ന് തോന്നി, പിന്നെ ഇടത്തിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചപ്പോഴേക്കും കൊള്ളാലോ എന്ന് പങ്കെടുത്ത് കളയാൻ തോന്നി, അത് എന്റെ ഇഷ്ടമല്ലേ, അത് നിങ്ങളുടെ ഇഷ്ടമാണോ, ഞാൻ പങ്കെടുത്താലും ഇല്ലെങ്കിൽ നിങ്ങളുടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുകയാണ്. ശേഷം അനി നമ്മുടെ മുത്തശ്ശിനെ വിളിച്ചപ്പോഴും, മുത്തശ്ശ നമുക്ക് തന്നെയാണ് കിട്ടിയെന്ന് പറയാണ്. മുത്തശ്ശിന് ഭയങ്കര സന്തോഷമാണ്. നാണം കെട്ട് നാറി നമ്മുടെ അഭിയും അനിയും തിരിച്ച് നമ്മുടെ അനന്തപുരിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അഭിനെ കാണുമ്പോൾ തന്നെ നവ്യക്ക് ചിരി വരുവാണ്. പക്ഷെ നവ്യ ചിരി അടക്കി പിടിച്ചിരിക്കുക കേട്ടോ. ജലജ പറയണ്ട, ആ കുഴപ്പമില്ലട മോനെ, ഈ ഒരു ഇത് മാത്രമല്ലല്ലോ വലിയ കമ്പനി ഉള്ളത്, ഇനിയും ഒരുപാട് കമ്പനികൾ വരുമല്ലോ, അതില് നിങ്ങൾ നമ്മൾ എന്തായാലും ജയിക്കും. ചിലപ്പോൾ ഇത് മൂർത്തി മുത്തശ്ശന്റെ ആ ഒരു പഴയ ഒരു പ്രതാപം കൊണ്ടിട്ടോ മൂർത്തി മുത്തശ്ശന്റെ പേര് കൊണ്ടിട്ടൊക്കെ ആയിരിക്കും അവര് ചിലപ്പോ ഇവരെ ഡിസൈൻ പോലും നോക്കാതെ ഇവരെ അങ്ങോട്ട് എടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അനി പറയണ്ട്, എന്റെ വല്യമ്മ പൊട്ടത്തരം പറയല്ലേ, അവിടെ വന്നിരിക്കുന്ന പല പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്, അവരെല്ലാ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വിലയിരുത്തിയത്. പിന്നെ വേറൊരു കാര്യം, അബിക്ക് ഡിസൈൻ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഡിസൈനെ കുറിച്ചൊരു വാഗ മാങ്ങാത്തോലും ഇവൻ അറിയില്ലായിരുന്നു. പക്ഷെ നയനയെടുത്തി അങ്ങനല്ല, ഓരോരോ ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ ഓരോരോ കാര്യങ്ങളും ക്വാളിറ്റിയും എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു, മാത്രം ഡിസൈൻസും കുറച്ചുകൂടി ഞങ്ങളുടെ ആയിരുന്നു നല്ലത്, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറയാണ്. അങ്ങനെ നാണം കെട്ടുപോണ അബീനെ, നാഗേന്ദ്രനെ, ഡേവിഡിനെ ഒക്കെ കാണാൻ പോകുന്ന ഭാഗമാണ് ഇനി അങ്ങോട്ടേക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നിട്ട്. എന്തായാലും പത്തരമാറ്റി ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും മെച്ചപ്പെട്ട് വരുന്നോണ്ടിരിക്കുകയാണ്, ഓരോ നല്ല ട്വിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.